നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യം മുതൽ നടന്നത് ആസൂത്രിതമായ രക്ഷാപ്രവർത്തന പദ്ധതികളാണ്. സംഭവം പുറത്തു വന്നതോടെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സ്വമേധയാ കേസെടുക്കുന്നു, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതി തന്നെ തിരഞ്ഞെടുക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമായി. ഒരൊറ്റ പ്രതികളും രക്ഷപ്പെടുന്ന പ്രശ്നമേയില്ല, ഇടപെട്ടിരിക്കുന്നത് കോടതിയാണ്. എന്തിനും ഏതിനും ഇടങ്കോലിടുന്ന പിണറായി സർക്കാരും CPM-ഉം കയ്യും കെട്ടി നോക്കി നിന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു, ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു, മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നു, പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്യുന്നു, പത്മകുമാറിനെയും N വാസുവിനെയും തന്ത്രിയെയും അറസ്റ്റ് ചെയ്യുന്നു. എന്തായാലും അയ്യപ്പൻ്റെ സ്വർണം കട്ട ഒരുത്തനെ പോലും വെറുതെ വിടില്ല. ഞാൻ ഉൾപ്പെടെയുള്ള വിശ്വാസികളും കേരളത്തിലെ പൊതുജനങ്ങളും ആശ്വസിച്ചു. എന്നാൽ സംഭവത്തിൽ പങ്കുണ്ടെന്ന് കോടതി പരാമർശിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയോ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയോ അറസ്റ്റ് ചെയ്തില്ല. പകരം രഹസ്യമായി മൊഴിയെടുത്ത് വിട്ടയച്ചു. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടക്കം ബംഗളൂരു എയർപോർട്ടിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടും, കടകംപള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് സന്ദർശിച്ച ചിത്രങ്ങൾ പുറത്തു വന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അപ്പോഴൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ചിലർക്കെങ്കിലും ഉറപ്പുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ എന്ത് തെമ്മാടിത്തരവും എന്ത് വൃത്തികേടുകളും കാണിക്കും. പിന്നീടുണ്ടായ രസകരവും അത്ഭുതകരവുമായിട്ടുള്ള കാര്യം, മുൻ ദേവസ്വം ബോർഡ് അംഗവും CPI നേതാവുമായ KP ശങ്കർദാസിന് പക്ഷാഘാതം വന്ന് കിടപ്പിലായി എന്നുള്ളതാണ്. ഈ കേസിൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ പയർ വറുത്തതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് ന്യായീകരിച്ചിരുന്ന ശങ്കർദാസാണ് അന്വേഷണം തന്നിലേക്ക് എത്തുന്നത് മനസ്സിലാക്കി വെട്ടിയിട്ട വാഴ പോലെ വീണത്. അയാളെ അന്വേഷണ സംഘം പ്രതി ചേർത്തിരുന്നുമില്ല. അയാളുടെ മകൻ IPS ഉദ്യോഗസ്ഥനാണ്. ഒടുവിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇടപെട്ടതിനു ശേഷമാണ് സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ശങ്കർദാസിനെ ജനുവരി 14-ാം തീയതി സ്ട്രെച്ചറിൽ പൊക്കി അകത്തിട്ടത്. എന്തായാലും ഇതിനിടയിൽ SIT കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് 90 ദിവസം കഴിഞ്ഞപ്പോൾ സ്വാഭാവിക ജാമ്യം നേടി 12 പ്രതികളും പുറത്തിറങ്ങി. ഇപ്പോൾ റിമാൻഡിലുള്ള അവസാന പ്രതിയായ ശങ്കർദാസിനും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതി. ഇന്നും നാളെയും അവധിയാണ്. അതുകൊണ്ട് തന്നെ ശങ്കർദാസിൻ്റെ ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. അറസ്റ്റിലായ 12 പ്രതികളിൽ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീകുമാറും തന്ത്രി കണ്ഠരര് രാജീവരും 90 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടാണ് ജാമ്യം കിട്ടിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ട് 6 മാസമായി. ഒരു പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. എത്ര സ്വർണ്ണമാണ് കൊള്ളയടിച്ചതെന്നോ അതെന്ത് ചെയ്തെന്നോ കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. ദ്വാരപാലക ശില്പങ്ങളിലും വാതിലിൻ്റെ കട്ടളകളിലും ഇപ്പോഴുള്ളത് സ്വർണം പൊതിഞ്ഞ പഴയ പാളികൾ തന്നെയാണോ ഉണ്ട് എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ഇത് പരിശോധിക്കാൻ കൊടുത്തിട്ട് മാസങ്ങളായി, അതിൻ്റെ ഫലവും കിട്ടിയിട്ടില്ല. സ്വർണം പരിശോധിക്കാൻ ഏൽപ്പിച്ച ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലും. ഈ പരിശോധനാ ഫലം കിട്ടി കുറ്റപത്രം തയ്യാറാക്കിയാലും കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ അനുമതി വാങ്ങണം. അതായത് പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം മാത്രമേ ഇനി കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയൂ. ഇനി അഥവാ LDF സർക്കാരാണ് അധികാരത്തിൽ വരുന്നത് എന്നിരിക്കട്ടെ, അങ്ങനെ സംഭവിക്കാൻ 99.99% പോലും സാധ്യതയില്ല. അങ്ങനെ LDF സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനുള്ള അനുമതി നൽകാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അവരെ കുരുക്കിലാക്കുന്നതായിരിക്കും ആ കുറ്റപത്രം. SITയെ നിയമിക്കുമ്പോൾ അന്വേഷണത്തിനായി ഹൈക്കോടതി ആദ്യം അനുവദിച്ചത് 1.5 മാസമാണ്. പിന്നീട് SITയുടെ ആവശ്യപ്രകാരം പലതവണ കാലാവധി നീട്ടിക്കൊടുത്തു. കൂടുതൽ പേർ അന്വേഷണ വലയത്തിലുണ്ടെന്നാണ് SIT പറയുന്നത്. പക്ഷേ ഇക്കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഒരാളെ പോലും SIT അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. FIR-ൽ പ്രതി ചേർക്കപ്പെട്ട ചിലരും സ്വർണ്ണ പരിശോധന നടത്താൻ ഉത്തരവാദിത്തമുണ്ടായിരുന്നവരുമെല്ലാം ഇപ്പോഴും പുറത്ത് വിലസുകയാണ് എന്ന് കരുതി SITയെയോ കോടതിയെയോ കുറ്റപ്പെടുത്താനോ സംശയിക്കാനോ കഴിയില്ല. കാരണം നീതിയുക്തമായാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നുള്ള നിലപാട് അന്വേഷണ സംഘത്തിനും കോടതിക്കും ഉണ്ടാകും. സർക്കാർ മാറിയാൽ കുറ്റപത്രം പ്രോസിക്യൂഷൻ്റെ അനുമതിക്കായി സമർപ്പിക്കാം. അതുകൊണ്ടായിരിക്കാം വൈകിപ്പിക്കുന്നത്. അങ്ങനെ വന്നാൽ PS പ്രശാന്തും കടകംപള്ളി സുരേന്ദ്രനും വാസവനും അകത്ത് പോയേക്കാം. പിന്നെ ചൊക്കില്ലാത്ത കഷായമില്ലെന്ന് പറയുന്നത് പോലെ ദൈവതുല്യൻ തൂങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതിനൊരു അന്ത്യമുണ്ടാകുമല്ലോ.